അങ്ങനെ ജനിച്ചിട്ട് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഞാനൊരു സിനിമ കാണാൻ പോയി. അതാണ് കേട്ടോ സർവ്വമായ. കാണുമ്പോൾ നല്ലൊരു അടിപൊളി മൂവി കണ്ടു തുടങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കൊക്കക്കോളയും വാങ്ങിച്ചിട്ട് നേരെ ഞാൻ സിനിമ കാണാൻ കയറി. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ലാത്ത നല്ലൊരു പീസ്ഫുൾ മൂവി കാണണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു മൂവി ഞാൻ സെലക്ട് ചെയ്തത്. എന്നാലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കുടിക്കുന്ന കൊക്കക്കോള എനിക്കൊരു പണി തന്നത്. അതിന് വഴിയെ പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് സോളോ മൂവി കണ്ടിട്ടിറങ്ങി. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സിനിമയ്ക്ക് പോയിട്ടില്ല. സിനിമയ്ക്ക് പോകുന്നത് കുറവാണ്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോയി കാണുന്ന സിനിമയാണ് കേട്ടോ സർവ്വമായ. ന്യൂ ഇയറിന് വേണമെങ്കിൽ എനിക്ക് പോയി കാണാമായിരുന്നു. എൻ്റെ അമ്മ വിളിച്ച അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനായിട്ട്. പക്ഷേ എനിക്കന്ന് പനിയായതുകൊണ്ട് പോകാൻ പറ്റില്ല. അത് നന്നായെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ സ്കിപ്പായി പോയിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ടായി പോയി ഞാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയിട്ടൊരു മൂവി കണ്ട്, അതും സർവ്വമായ. കാണുമ്പോൾ നല്ലൊരു അടിപൊളി മൂവി കാണണമെന്നായിരുന്നു എനിക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ എൻ്റെ ഓവർ സന്തോഷ പ്രകടനം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഉടനെ തന്നെ അടുത്ത പണി കിട്ടി. എന്താണെന്നറിയട്ടെ, കൊക്കക്കോള കുടിച്ചിട്ട് എനിക്ക് ഫുഡ് പോയ്സൺ പോലെയായി. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ മോഷൻ സിക്നെസ്സും, മൂക്കാനിക്കാൻ തോന്നുന്നു, ഛർദ്ദിക്കാൻ മുട്ടുന്ന, ദേഹം വേദന എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ ഡ്രിപ്പൊന്നും ഇട്ടില്ല. അത്യാവശ്യം മെഡിസിൻ തന്നിട്ട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഒരു കാര്യത്തോടെ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2026 ഇനി അങ്ങോട്ട് എവിടെ പോയാലും പുറത്തുനിന്ന് കണ്ണി കണ്ട ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കില്ലെന്നൊരു പാഠം പഠിച്ചു.